വൈകുന്നേരം ചായക്കൊരു ചൂട് കട്ട്ലറ്റ് ആയാലോ? ഇന്നിതാ ഞാൻ ചെമ്മീൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യം ഞാൻ ചെറിയ 4 ഉരുളക്കിഴങ്ങ് വേകാൻ വെച്ചിരിക്കുക. വലുതാണെങ്കിൽ 2 മതിയേ. അതാദ്യം ഒന്ന് കുക്കറിൽ നന്നായിട്ട് പുഴുങ്ങിയെടുത്ത് ഉടച്ച് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് ചെമ്മീനും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് അതും എടുത്ത് വെക്കണം. പിന്നെ ഒരു വലിയ സവാളയും ഒരു പച്ചമുളക് എരിവിനാവശ്യത്തിന്, ചിലർക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 2 പച്ചമുളകാകാം കേട്ടോ. അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കാം. പിന്നെ പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട്, സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. എണ്ണ ഒഴിച്ച് ഈ പറഞ്ഞ സവാളയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് പിന്നെ നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റണം കേട്ടോ. അതിലേക്ക് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണേ. മുളക് പൊടി ഓപ്ഷനിലാണ് കേട്ടോ, ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി. എനിക്ക് എരിവിൻ്റെ കുറച്ച് കുറവ് തോന്നിയത് കൊണ്ടിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ചേർത്തതാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് മിക്സ് ആവണം അതിലേക്ക്. അങ്ങനെ വഴണ്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് അതും ഒന്ന് എല്ലാം കൂടി എല്ലാ ഭാഗത്തേക്കും ആക്കി മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് പിന്നെ നമ്മൾ ഞാൻ ആ ചെമ്മീൻ വലുതായത് കൊണ്ടിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കണം. ചെറിയ ചെമ്മീനാണെങ്കിൽ കുഴപ്പമില്ല, വലുതാണെങ്കിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടിടണം കേട്ടോ. എങ്കിലേ എല്ലായിടത്തും എല്ലാ കട്ട്ലറ്റിൻ്റെ എല്ലാ ഭാഗത്തും ചെമ്മീൻ കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം. പിന്നെ അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഓഫാക്കി ഈ കൂട്ടൊന്നിന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അത് ഒന്ന് അടിച്ച് പതപ്പിച്ച് എടുത്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇല്ലേ, അത് തണുത്തിട്ടുണ്ടാവും. ആ സമയത്ത് അതെടുത്ത് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ആ സമയത്ത് പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് തിളക്കുക. എണ്ണ ഒന്ന് തിളച്ചിട്ട് വേണം ഈ കട്ട്ലറ്റ് ഇടാനായിട്ട്. എന്താ വെച്ചാൽ അല്ലെങ്കിൽ എണ്ണ തിളച്ചിട്ടില്ലെങ്കിൽ പൊട്ടിപ്പോകും, ഉള്ളു വേഗത്തിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവേ. നന്നായിട്ട് എണ്ണ ചൂടായിട്ട് വേണം കട്ട്ലറ്റ് ആയിട്ട് വറുത്ത് കോരാനായിട്ട്. അപ്പോൾ ഇതാ ആദ്യം മുട്ടയിൽ എടുത്തിട്ട് കട്ട്ലറ്റിൻ്റെ ഓരോന്നെടുത്ത് മുട്ടയിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഇനി എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. നല്ല സുഖമാണ്, സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റുമാണ്. ഞാൻ ഉണ്ടാക്കി കഴിച്ചത് കൊണ്ടിട്ട് ഞാൻ പറയുകയാണേ, നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കട്ട്ലറ്റിൻ്റെ ഡബിളായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ കടയിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്കുള്ളൊരു മസാലയുടെയൊക്കെ കുത്തൽ പോലെ ഒന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്.